ഹായ് സോൾസ്. സോ ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി നമ്മൾ ആസ്ട്രോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണോ എന്ന് കൺഫേം ചെയ്ത് പറഞ്ഞു തരാൻ സാധിക്കുമെന്ന് ചോദിച്ചു. സോ ആസ്ട്രോളജിയില് ട്വിൻ ഫ്ലെയിം എന്നുള്ളൊരു വേർഡ് എന്റെ അറിവിലില്ല. പിന്നെ നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുന്നവർ ഇപ്പൊ സ്പിരിച്വൽ ജേർണിയിലാണല്ലോ, അപ്പൊ ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഡിവൈഡ് ചെയ്ത് പോകുക. ചിലർ ടാരോ റീഡിംഗ് ആയിരിക്കാം, റേക്കി ആയിരിക്കാം, ചിലർ ആസ്ട്രോളജി പഠിക്കുന്നവരുണ്ട്. ഞാൻ ചെറുതായിട്ട് ആസ്ട്രോളജി കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആസ്ട്രോളജി പഠിച്ച ആൾക്കാർ, ഇപ്പൊ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വന്ന ആൾക്കാർക്ക് സോൾ പർപ്പസ് ആയിട്ട് ഒരു ആസ്ട്രോളജി എന്നൊരു മീൻസ് ഒരു വിഭാഗത്തിലൂടെ പോകുന്ന ഒരു സോൾ പർപ്പസ് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ ഒരു ആൾക്കാരുടെ എനർജി വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. പക്ഷെ അല്ലാതെ നോർമൽ ആയിട്ടുള്ള ജ്യോതിഷോ അല്ലെങ്കിൽ ആസ്ട്രോളജേഴ്സിന് ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അവർ നമ്മളിങ്ങനെ നോക്കും, ഇവരെന്തേ പറയണം, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. ഓക്കെ, കാരണം ഈ ഒരു ജേർണിയിലൂടെ പോകാത്ത ഏതൊരുവനും അല്ലെങ്കിൽ ഏതൊരുവൾക്കും അത് ഈ ഒരു ജേർണി ഉണ്ടെന്ന് പറഞ്ഞു തരാൻ സാധിക്കില്ല. ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് പറ്റിയ ആളോട് പറയുമ്പോൾ അവർക്ക് ആ തീവ്രത മനസ്സിലാവും. ഇതുവരെ ഹോസ്പിറ്റലൊന്നും പോകാത്ത ഒരാളോട് ഈ എത്ര പെയിൻ ഉണ്ടായി അല്ലെങ്കിൽ ഇതൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓക്കെ, ലൈക് സ്റ്റോറി പോലെയാണ് അവർ മീൻ ചെയ്യുക. സോ അങ്ങനെ ആസ്ട്രോളജേഴ്സിന് പറഞ്ഞു തരാൻ സാധിക്കില്ല നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണി ആണോ അല്ലയോ. ഓക്കെ, താങ്ക് യു.